നമ്മുടെ വിശിഷ്ടാതിഥികൾ സ്റ്റേജിലേക്ക് ഉപേക്ഷിക്കാവുന്നതാണ്. നമ്മുടെ ജൂബിലി അലക്സ് പോൾ കാരക്കൊമ്പിൽ, ഫാദർ അലക്സ് വേളാശ്ശേരി, ഫാദർ ജോസ് പുൽപ്പറമ്പിൽ, പെരുന്നവറൻ ഫാദർ സെബാസ്റ്റ്യൻ കണിമറ്റൂർ, ജോസ് പുല്ലോപ്പള്ളി, പിന്നെ മദർ സുപ്പീരിയർ സിസ്റ്റർ ജിസ്ന എന്നിവരെ സ്റ്റേജിൽ അവർക്ക് സജ്ജമാക്കിയിരിക്കുന്ന പീഠത്തിൽ ഉപേക്ഷിക്കാമെന്ന് അപേക്ഷിക്കുന്നു. ഇനി സ്വാഗതമാണ്. നമുക്ക് യോഗത്തിന് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ലിജു ചേറ്റൂർ സംസാരിക്കുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ അച്ഛനെക്കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് മതി വരില്ല. ഒരു ദിവസം മുഴുവൻ പറയാനുള്ള സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ നമുക്കുണ്ട്. പലരും പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് സമയമാണ് അതിൻ്റെ പരിമിതി. അപ്പോൾ അതുകൊണ്ട് സംസാരിക്കുന്നവരെ ഒരു 3 മിനിറ്റിലോ 5 മിനിറ്റിലോ ഒക്കെ ഒതുക്കുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ലിജു സ്വാഗതം ആശംസിച്ചുകൊണ്ട് ലിജു. വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷമാണ്. നമ്മുടെ എല്ലാമെല്ലാമായ നമ്മുടെ വികാരിച്ച്, നമ്മുടെ സുഹൃത്ത്, നമ്മുടെ വഴികാട്ടി എല്ലാമായ വികാരിച്ച് ജൂബിലി ആഘോഷിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം ദിവ്യകുർബാന അർപ്പിച്ച അച്ഛന്മാരുടെ ജൂബിലിയും ആഘോഷിക്കുകയാണ്. അതിലേക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആദ്യം നമ്മുടെ അധ്യക്ഷനായിട്ടിരിക്കുന്ന കണിമറ്റ അച്ഛനെ കുറിച്ചാണ്. അച്ഛൻ നമ്മുടെ ഫൊറോന ചർച്ച് വികാരിയാണ്. ഫൊറോന ചർച്ച് വികാരി എന്ന് പറയുമ്പോൾ ഒരു വലിയ അച്ഛനായിട്ടാണ് തോന്നുന്നതെങ്കിലും അദ്ദേഹം എൻ്റെ കൂടെ പഠിച്ച സഹപാഠി കൂടിയാണ്. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി പറയട്ടെ. അപ്പോൾ വലിയ ഒരു പ്രായമായ ഒരു അച്ഛൻ എന്നുള്ള കൺസെപ്റ്റ് ആരും കൊടുക്കണ്ട. നമ്മളെ പോലെ നമ്മുടെ സ്നേഹിതനായിട്ട് നടന്ന അച്ഛന് നമ്മുടെ പെരുന്ന പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും ഓടിയെത്താറുണ്ട്. എല്ലാത്തിനും നമ്മളോടൊപ്പം നിൽക്കാറുണ്ട്. അച്ഛൻ എപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ അച്ഛനെ പറയുമ്പോൾ മരിച്ചവരെ നമ്മുടെ രൂപതയിൽ മധ്യസ്ഥനായിട്ട് പറയാനാണെങ്കിൽ ആരും വിളിച്ചാലും അവിടെ ഓടി ഒപ്പീസില്ല. ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്ന കണിമറ്റ അച്ഛനെ നമ്മൾ പ്രത്യേകം പരിചയപ്പെടുത്തുന്ന ആവശ്യമില്ല. അച്ഛനെ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം ചെയ്യും. ഇനി സ്വാഗതം പറയുന്നത് നമ്മുടെ സ്നേഹം കൊണ്ട്, ലാളിത്യം കൊണ്ട്, നിസ്വാർത്ഥമായ സ്നേഹം കൊണ്ട് തന്നെ നമ്മളെ കീഴടക്കി നമ്മോടുകൂടെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ തന്നെ ഉള്ള
നമ്മുടെ വികാരി അച്ഛന് സ്വാഗതം പറയുക എന്നുള്ളതാണ്. അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ പെരിങ്ങര ഇടവകയിൽ ആരോട് ചോദിച്ചാലും ഒത്തിരി പറയാനുണ്ടാവും. അപ്പോൾ ഒത്തിരി പറയാനുള്ള സമയമില്ല. എങ്കിലും അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും ഒരു പുഞ്ചിരിയോടുകൂടി കാണുന്ന വികാരി അച്ഛൻ ഒരു വൈദികനെ സംബന്ധിച്ച് നമുക്ക് തരുന്ന ഏറ്റവും വലിയ നമ്മളോടൊപ്പം വിളിവിളി അർപ്പിക്കുമ്പോൾ അച്ഛൻ കാണിക്കുന്ന ആ ഒരു മുഖപ്രസാദവും ദൈവത്തോടുള്ള പ്രാർത്ഥന രൂപി നമ്മളൊരു കുർബാനയിൽ അച്ഛൻ്റെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കുർബാന കൂടി എന്നൊരു ചാരിതാർത്ഥം അല്ലെങ്കിൽ അത് അർപ്പിക്കുന്ന പുരോഹിതന്റെ മനസ്സും അദ്ദേഹത്തിൻ്റെ മുഖവും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും എല്ലാം തന്നെയാണ്. അച്ഛനെ സംബന്ധിക്കുമ്പോൾ തികച്ചും വളരെ സൗമ്യമായി സന്തോഷത്തോടുകൂടി ആത്മാർത്ഥമായി കണ്ണടച്ച് ആ ഒരു വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ അച്ഛനോടൊപ്പം വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്നത് നമ്മുടെ ഒരു അനുഗ്രഹമാണ്. ഈ 25 വർഷക്കാലത്തും അദ്ദേഹം ആ രീതിയിൽ നമ്മൾ കുർബാന അർപ്പിച്ച് 3 വർഷമായി നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ ഏത് കാര്യത്തിലും സ്നേഹിക്കുകയും ആരോടും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുകയോ ഒരു വിഷമം കാണിക്കുകയോ ആരോടൊരു വഴക്കടിക്കുകയോ അതുപോലെ നമ്മുടെ ഇടവകയിൽ വരുന്ന ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ്. ഇടവകയിൽ ഒരു വികാരി ഒരച്ഛനോട് കുർബാന ചെല്ലാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ അച്ഛന്മാർ അവർ തന്നെയായിരിക്കും മെയിനായിട്ട് കുർബാന ചെയ്യുന്നത്. അച്ഛനെന്ന് എല്ലാ അച്ഛന്മാർക്കും സ്വാഗതം കൊടുക്കുകയും അവർക്കൊരു അവസരം നൽകുകയും ചെയ്യാറുണ്ട്. അതുപോലെ എന്ത് കാര്യത്തിൽ അച്ഛൻ സമീപിച്ചാലും അച്ഛൻ നോ പറയാറില്ല. അതിനെല്ലാം എല്ലാവരുടെയും കൂടെ ന്യായമായി നടക്കേണ്ട കാര്യങ്ങളാണ് നടത്താറുണ്ട്. അതുപോലെ ഇടവകയെ ഇത്രയും നല്ല ആക്റ്റീവായിട്ട് ഇപ്പം കരോട് തന്നെ നടന്നുപോയത് നമുക്കറിയാം എത്രമാത്രം ആക്റ്റീവായിരുന്നു. എന്തായാലും ഒത്തിരി പറയണില്ല. അച്ഛനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം. ഇനി അടുത്തത് സ്വാഗതം പറയേണ്ടത് ജൂബിലേറിയനായിട്ടുള്ള പുൽപ്പറമ്പിൽ അച്ഛനാണ്. അച്ഛനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അച്ഛനെ രൂപതയിൽ ഇപ്പോൾ സർവീസ് ചെയ്യുകയാണ്. അച്ഛനെ ഒരു 35 വർഷത്തോളമായിട്ട് എനിക്കറിയാം. വളരെ സൗമ്യനായിട്ട് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ അറിയാവുന്ന ഒരു അച്ഛനാണ് ഞാൻ പറയുന്നത്, മനസ്സിലാക്കുന്നതും പറയുന്നത്. ആരുമായിട്ടും അച്ഛൻ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ആ ആളെ കുറിച്ച് ആളെ എപ്പോഴും പരിഗണിക്കാനും എന്താവശ്യം നമുക്ക് ഓടിയെത്തി ഒരാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടത്തിത്തരാൻ ആരുടെ അടുത്തും നിസ്വാർത്ഥമായിട്ട് ഇടപെടുക എല്ലാവരെയും സ്നേഹിക്കാൻ അറിയാവുന്ന ജോസച്ചനെ പെരിങ്ങര ഇടവക നിങ്ങളുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ജൂലി ആഘോഷിക്കുന്ന അലക്സ് കലാഞ്ചേരി അച്ഛനെ അച്ഛൻ ധർമാരാമിൽ ഗോയിൽ കണ്ണനിലോ പഠിപ്പിക്കുകയാണ്. അച്ഛനെ കുറിച്ച് അവരുടെ ആ ഒരു സ്നേഹത്തെ കുറിച്ച് അച്ഛനോട് വരികയും നമ്മുടെ ഈ ജൂബിലിയുടെ സ്നേഹം നമ്മളോടൊപ്പം സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്ത അച്ഛനെ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പുല്ലുപുള്ളി അച്ഛനാണ്. നമ്മുടെ പുല്ലുപുള്ളി അച്ഛൻ തന്നെയാണ് ഞാൻ പറഞ്ഞത്, മാറ്റമില്ല. നമ്മുടെ ഇടവകാംഗം, നമ്മുടെ കുടുംബാംഗം, നമ്മുടെ കുടുംബത്തിലുള്ള മറ്റച്ഛന്മാരോടുണ്ട്. അച്ഛന്മാരെ എല്ലാവരെയും റെപ്രസെൻറ്റേറ്റീവ് ചെയ്ത് സ്വാഗതം പറയാനായിട്ട് പുല്ലുപുള്ളി അച്ഛൻ നമ്മോടുകൂടി ആയിരിക്കുന്നു. അച്ഛനെ കുറിച്ച് ഞാനൊരു ഇൻട്രഡക്ഷൻ പറയേണ്ട ആവശ്യമില്ല. തികച്ചും ഉത്തരവാദിത്തത്തോടുകൂടി രൂപതയ്ക്ക് വേണ്ടി സർവീസ് ചെയ്യുകയും നമ്മുടെ എല്ലാ പെരിങ്ങര എന്തെങ്കിലും ഒരു ആവശ്യങ്ങളോ അല്ലെങ്കിൽ ഓടിയെത്തുകയും ആരെങ്കിലും വിളിച്ചാൽ നമുക്ക് സഹായം ചെയ്യുകയും എല്ലാം ചെയ്യുന്ന നമ്മുടെ പുല്ലുപുള്ളി അച്ഛൻ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ മദറാണ് സിസ്റ്റർ വന്നിട്ട് കുറച്ച് കാലങ്ങളെ ആയുള്ളൂ. എങ്കിലും പെട്ടെന്ന് ആളുകളുമായിട്ട് സിസ്റ്റർ മിങ്കിൾ ചെയ്തു. പെരിങ്ങര എന്ന് പറയുന്നത് ഒരു വില്ലേജാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ചെറിയ ഗ്രാമം, ചെറിയ കുടുംബം. ആ കുടുംബത്തിലെ ഒരു അമ്മയായി തന്നെ നിലകൊണ്ട് എല്ലാ വീട്ടുകാരെയും മനസ്സിലാക്കി എല്ലാവരോടും വളരെ സ്നേഹത്തോടു കൂടി പെരുമാറി നമ്മോടുകൂടെ ആയിരിക്കുന്ന മദറിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം പറയുന്നു. ഇങ്ങനെ ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ള വൈദികരാണ്. നമ്മുടെ അച്ഛനോടും നമ്മളോടുമുള്ള സ്നേഹത്തെ പ്രതി നമ്മളോടുകൂടി ആയിരിക്കാനായിട്ട് ഈ വൈകുന്നേരം നമ്മളോടുകൂടി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ അച്ഛന്മാർക്കും ഇടവകയുടെ പേരിൽ സ്വാഗതം പറയുന്നു. ഇനി നമ്മുടെ കൂടെയുള്ള സിസ്റ്റേഴ്സ്
നമ്മുടെ പോയിട്ടുള്ള സിസ്റ്റർമാരും വന്നിട്ടുണ്ട്. അവർക്കെല്ലാവരും പെരിങ്ങര ഇടവകയുടെ പേരിൽ സ്വാഗതം പറയുന്നു. ഒരു നല്ല കുടുംബത്തിൽ നിന്നാണ് ഒരു നല്ല വൈദികൻ ഉണ്ടായതെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇത്രയും നല്ല ഒരു വൈദികനെ ഈ സഭയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഇടവകയ്ക്ക് സമ്മാനിച്ചെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും എത്രമാത്രം അതിനോട് അവരുടെ ആ ഒരു തീഷ്ണതമായ പ്രാർത്ഥനയും അവരെക്കുറിച്ചുള്ള അവരിൽ നിന്ന് കിട്ടിയ കോൺട്രിബ്യൂഷൻസ് മാത്രമാണ് നമ്മുടെ വിചാരിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അച്ഛൻ്റെ മാതാപിതാക്കന്മാരും കുടുംബാംഗങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഓരോരുത്തരെയും ഞങ്ങൾ ഇടവകക്കാരുടെ പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി ഇടവക കുടുംബത്തിലെ നിങ്ങൾ ഓരോരുത്തർക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അഭിവന്യ പിതാവിന് ഇന്ന് നമ്മുടെ യോഗത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം നമുക്ക് മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ട്. അഭിവന്യ പിതാവിന്റെ മെസ്സേജ് നമുക്ക് ശ്രദ്ധിക്കാം. പെരിങ്ങര ഇടവക വികാരി ബഹുമാനപ്പെട്ട